മുക്കം നഗരസഭ കേരള ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ മാർച്ച് 15, 16, 17 തീയതികളിൽ മുക്കം PC തിയേറ്ററിൽ നടക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലോക നിലവാരത്തിലുള്ള വിവിധ ഭാഷകളിലെ ചലച്ചിത്രങ്ങളും 10ഓളം ഹ്രസ്വ സിനിമകളും പ്രദർശിപ്പിക്കുമെന്നും സിനിമാ പ്രവർത്തകരുമായുള്ള സംവാദം, ഓപ്പൺ ഫോറം എന്നിവ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി. മുക്കം നഗരസഭ കേരള ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മാർച്ച് 15, 16, 17 തീയതികളിൽ മുക്കം PC തിയേറ്ററിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനം മാർച്ച് 15 വൈകിട്ട് 7 മണിക്ക് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിക്കും. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകയായ ദീദി ദാമോദരൻ, കഥാകൃത്തും അഭിനേതാവുമായ രഘുനാഥ് പലേരി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കുമെന്നും ചലച്ചിത്ര പ്രേമികൾക്ക് ലോകത്തിലെ മികച്ച സിനിമകൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും അവസരമൊരുക്കുക, ഒരു പുതിയ ചലച്ചിത്ര ആസ്വാദന സംസ്കാരം വളർത്തിയെടുക്കുക, സിനിമാ മേഖലയിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നതെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മുക്കം നഗരസഭ കേരള ചലച്ചിത്ര അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് രണ്ടാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മാർച്ച് 15, 16, 17 തീയതികളിൽ മുക്കം PC തിയേറ്ററിൽ വെച്ച് നടക്കുകയാണ്. നഗരസഭ 2024-25 സാമ്പത്തിക വർഷത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ചലച്ചിത്ര രംഗത്ത് ആ മേഖലയിലുള്ള ആളുകളെ പരിചയപ്പെടുത്തുകയും പുതിയ തലമുറയെ ഇതുമായി ബന്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിനാണ്. ഈ തവണ നമ്മുടെ നഗരസഭയിലെ പ്രാദേശിക സിനിമാ പ്രവർത്തകരുടെ ഡോക്യുമെൻ്ററി അടക്കം വരുന്ന സംവിധാനങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കുന്നുണ്ട്. 3 ദിവസമായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ ലോക നിലവാരത്തിലുള്ള ചലച്ചിത്രങ്ങളുടെ പ്രദർശനം, പ്രാദേശിക സിനിമാ പ്രവർത്തകരുടെ ആവിഷ്കാരങ്ങളുടെ അവതരണം, സിനിമാ പ്രവർത്തകരുമായുള്ള സംവാദം, ഓപ്പൺ ഫോറം എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തിരഞ്ഞെടുത്ത് പ്രദർശിപ്പിക്കുന്ന പ്രാദേശിക സിനിമാ പ്രവർത്തകരുടെ ഷോർട്ട് ഫിലിമുകളിൽ നിന്ന് മികച്ച സൃഷ്ടിക്ക് മുക്കം മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക പുരസ്കാരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 15, 16, 17 തീയതികളിലാണ് PC തിയേറ്ററിൽ വെച്ചിട്ട് സെക്കൻഡ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫെസ്റ്റിവലായിട്ടാണ് കഴിഞ്ഞ വർഷം നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് അപ്പുറം എന്ന് പറയുന്ന ചിത്രമാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഇന്ദുലക്ഷ്മി. മലയാളം സിനിമ ടുഡേ എന്ന കാറ്റഗറിയിലാണ് നമ്മളത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സമാപന ചിത്രം എന്ന് പറയുന്നത് IFFK 2025, അതായത് നമുക്ക് 29ാമത്തെ ചലച്ചിത്ര IFFKയിൽ 5 അവാർഡുകൾ നേടിയിട്ടുള്ള ചിത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റിട്ടൺ ഡയറക്റ്റഡ് ബൈ ഫാസിൽ മുഹമ്മദ്. 5 അവാർഡുകൾ നേടിയിരിക്കുന്ന ചിത്രമാണ് നമുക്ക് സമാപന ചിത്രമായിട്ടുള്ളത്. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ PT ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ E സത്യനാരായണൻ, കൗൺസിലർ വേണു കല്ലുരുട്ടി, KV വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.